ഹായ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോണത്, നമ്മളൊക്കെ രാവിലെ ആഹാരം കഴിക്കുമല്ലോ. ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ പല മൂലയിലിരുന്നാണ് നമ്മൾ ആഹാരം കഴിച്ചിട്ട് പോകുന്നത്. ചിലപ്പോൾ സ്ഥിരം ഒരു സ്ഥലം കാണും, അല്ലെങ്കിൽ നമ്മളൊക്കെ 4 സൈഡിലും കിടന്ന് ആഹാരം കഴിക്കും. അതുപോലെ ഇന്നത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടടുത്ത് പോയി ആഹാരം കഴിക്കാൻ പോയി രാവിലത്തെ പഴങ്കഞ്ഞി കുടിക്കാൻ പോയാണ്. നമുക്ക് കാണാം വീഡിയോയിലേക്ക്. ഓക്കെ, ഇന്ന് എൻ്റെ രാവിലത്തെ പഴങ്കഞ്ഞി കുടി എവിടെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് സാധനം റെഡിയാക്കണം. ഒന്ന്, രണ്ട്, 3 മുളക് എടുക്കുക. 3 മുളക് നല്ലൊരു പാത്രം എടുക്കുക. ഇതൊക്കെ തന്നെ അത് കഴിവട്ടെ. ഫസ്റ്റ് ചോറെടുക്കുക. റേഷന് ചോറെടുക്കുക. ഒരു 3 കരണ്ടി എടുക്കുക ആവശ്യത്തിന്. ഒക്കെ എടുക്കാം. അപ്പം ഇത് മതി. ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ. അതുകൊണ്ട് അടുത്ത് നമ്മൾ എടുക്കേണ്ടത് കിഴങ്ങെടുക്കുക. കിഴങ്ങ് കിഴങ്ങെടുക്കുന്നു. കിഴങ്ങെടുത്ത് അതിൻ്റെ അകത്ത് വയ്ക്കുക. കുറച്ചിടുക. കിഴങ്ങ് നോക്കിയാണ്. ഇനി അടുത്തത് മീൻകറി എടുക്കുക. മീൻകറി കുറച്ചെടുക്കുക. അതിന് ഒരു കരണ്ടി എടുക്കുക. മീൻകറി രാവിലെ കൊണ്ടുപോകാൻ എനിക്ക് ചോറ് വയ്ക്കുന്നു. മീൻകറി ഇങ്ങനെ ഒന്ന് അതിരിക്കട്ടെ, നല്ലോണം ഇളക്കി തന്നെ 2 കരണ്ടി എടുക്കുക. അടുത്തത് ഇതെന്തരാണെന്ന് നോക്കണം. എന്തൊക്കെയാണ് മീൻ വരട്ടി വെച്ചാണത്. അതൊരു 2 സ്പൂൺ എടുക്കുക. മതി. ഒന്ന് അപ്പം ഇതെല്ലാം ഓക്കെയാണ്. അടയ്ക്കുക. 3 മുളകെടുത്ത് ഇട്ടടയ്ക്കുക. കഞ്ഞോളം എടുക്കുക. കഞ്ഞോളം എടുക്കുക. അപ്പോൾ കഞ്ഞിവെള്ളം അടിച്ച് റെഡിയാക്കുക. കഞ്ഞിവെള്ളം ഒക്കെയാണ്. അത് അടച്ച്. അപ്പം രണ്ടും സെറ്റാണ്. ഇപ്പം നമുക്ക് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ യാത്ര തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എൻ്റെ മനോഹരമായ സ്ഥലത്ത് പോയി ഒന്ന് ആഹാരം കഴിക്കാം. നമുക്ക് എല്ലാം ഉണ്ട്, സജ്ജീകരണമായിട്ടാണ് പോണത്. അപ്പം നമുക്ക് ഇന്നത്തെ ആഹാരം കഴിക്കുന്ന സ്ഥലം പൊടിയൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ നമ്മളെ കായലിലാണ് ഇന്ന് എൻ്റെ പഴങ്കഞ്ഞി കുടിക്കുന്നത്. കാണാം. വീടെല്ലാം മാറി ഇനി നമ്മളെ കായലിലേക്കാണ്
നമ്മളെ സൗന്ദര്യം, നമ്മളെ കായൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് പഴങ്കഞ്ഞി കുടിക്കാൻ പോവുകയാണ് ഞാൻ. ഞാനെല്ലാം സജ്ജീകരിച്ച് വെച്ചേക്കാണ്. നമ്മളെ സൗന്ദര്യമായ സ്ഥലത്ത് എത്തണമെങ്കിൽ ഇത്രയും കാട്ടിൻ്റെ ഇടയ്ക്കൊക്കെ പോയാലേ നമുക്കവിടെ എത്തിച്ചേരാൻ പറ്റുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് സ്ഥലമാണോ അവിടെ പോയി നമ്മൾ ഇന്നത്തെ പ്രഭാത ഭക്ഷണം കഴിക്കണം. അതാണ് നമ്മളെ കഴിവ്. ഒരു മലയാളിയുടെ ഏറ്റവും വലിയ അനുഗ്രഹവും അത് തന്നെയാണ്. എവിടെ നിന്ന് വേണം ആഹാരം കഴിക്കണം. ഇനി നമുക്ക് ചെരുപ്പ് വേണ്ട, ചെരുപ്പ് അവിടെ കിടക്കട്ടെ. ഇത് ഭയങ്കര റിസ്ക് ഉള്ളിടത്തോട്ടാണ് നമ്മൾ പോകുന്നത്. കാലൊക്കെ പൂന്നിയുണ്ടോ? കാലൊക്കെ പൂന്നിയാണ് പോകുന്നത്. കഴിച്ചപ്പോൾ തന്നെ തണുവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് കയറി ഇറങ്ങി പോകുന്നത്. ഇറങ്ങട്ട്. ഈ സാധനങ്ങളൊന്നും നനഞ്ഞുകൂടാ. പഴങ്കഞ്ഞി ഭയങ്കര വെള്ളമായി പോവും. ഫസ്റ്റ് കാലം തന്നെ വയ്ക്കാം. ദൈവങ്ങളെ, ഓക്കെ. ഇത്രയും നനയാതെ നമുക്ക് അവിടെ എത്തിക്കണം. ഇതാണ് നമ്മളെ ടാസ്ക്. പഴങ്കഞ്ഞി കുടിക്കാനുള്ള പാത്രം, ബാക്കി സാധനങ്ങൾ. ഞാൻ എൻ്റെ മനോഹരമായ കായൽ. ഇത് നമ്മുടെ തോട്ടിലെ വെള്ളം വന്നിറങ്ങുന്ന, കായലിലോട്ട് വന്നിറങ്ങുന്ന എൻ്റാണ്. നമ്മളെ മലയാളികൾ എവിടെ നിന്നും രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കും. നമ്മളെ വീട്ടിലെ 4 സൈഡിലും നമ്മൾ തിന്ന് ആഹാരം കഴിച്ച് ഇനി വെറൈറ്റി ആയിട്ടൊന്ന് നമ്മളെ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ പോയി കഴിക്കാനുള്ളൊരു ഭാഗ്യവും നമുക്കുണ്ട്. നല്ലൊരു കുളിയും കുളിച്ചിട്ട് പ്രഭാത ഭക്ഷണം ഞാൻ കഴിക്കുള്ളൂ. ചള്ള നല്ല ചാട്ടമുണ്ട്. നിങ്ങൾക്ക് മീനെ കാണാം, മീനുകളെ കാണാം. അങ്ങോട്ട് പോവാം. നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. വലത്തോട്ടാണ് പോകേണ്ടത്. അവിടെയാണ്. ഇവിടെ സൂപ്പർ കുഴിയാണ്. നനയാനൊന്നുമില്ല. പഴഞ്ചോറിലെത്തി വെള്ളം നനഞ്ഞാൽ പഴഞ്ചോറിലെത്തി വെള്ളം കയറും. ഇത്രയല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ല. അന്തമട്ട കുഴിയിലോട്ടാണ് പോകുന്നത് ഞാൻ. കരിമീൻ്റെ വേകളമാണ്. നിങ്ങൾ എവിടേക്കാണ് നിങ്ങളെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നോ അവിടെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുക. ഞാൻ എൻ്റെ ഇന്നത്തെ ദിവസത്തെ പ്രഭാത ഭക്ഷണം ഞാൻ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോയി കഴിക്കുകയാണ്. മീനൊക്കെ ചാട്ടം തുടങ്ങിയിട്ടുണ്ട്. കൈയും കിടക്കുന്നുണ്ട്. എനിക്ക് നല്ല ലോഡുണ്ട്. ഡേഞ്ചർ കുഴിയായി എത്ര ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ കായലിലോട്ടാണ് ഇറങ്ങണത്. കണ്ട, കായലിലോട്ട് ഇറങ്ങി. എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്താണ് പോയി കഴിക്കാൻ പോകുന്നത്. ഒരു കിട്ടില്ല സ്ഥലമാണ്. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോ കാണിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് പോയി ഇന്ന് എൻ്റെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നൊരു എല്ലൊക്കെ വീട്ടിൽ നിന്ന് ഞാൻ ഉണ്ടാച്ചു. ഇന്നൊരു കുളി വിളിച്ചാൽ മതി. കാലിനൊരു കുളി വിളിച്ചാൽ ആഹാരത്തിനുള്ള റെഡിയാവും. ചെളിയൊക്കെ പറ്റി പാത്രത്തിൽ കൈ കിടക്കുന്നുണ്ട്.
അപ്പോൾ എല്ലാവരും രാവിലെ ആഹാരങ്ങളൊക്കെ കഴിച്ചിട്ട് നല്ലപോലെ ഈ വീഡിയോ ഇടുന്നൊന്ന് കണ്ടുകൊണ്ട് ഇരിക്കും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ പോയി ആഹാരങ്ങൾ കഴിക്കുകയും നമുക്കൊക്കെ ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിച്ച് ജീവിക്കുക. അങ്ങനെ ഒരു പരുന്ത് പറന്ന് വന്നുണ്ട്, കാണാൻ പറ്റുമോ എന്താ വീഡിയോന്ന്? കാണാൻ പറ്റും. ഈ സ്റ്റിക്കൊക്കെ എനിക്ക് കൂട്ടുകാരന്മാർ തന്നെയാണ്. ഈ സ്റ്റിക്കൊക്കെ എനിക്ക് നമ്മളെ കളിക്കാൻ വന്ന കൂട്ടുകാരൻ തന്നെയാണ്, നമ്മളെ കടൽ മച്ചാൻ. ഇതാണ് നമ്മളെ വട്ടങ്ങൾ. ഇവിടേക്കാണ് നമ്മൾ ചള്ളേനെ പിടിക്കുന്നത്. ഇവിടെ നേരം സൈഡ് ആയതുകൊണ്ട് നല്ല കല്ലുണ്ട്. ഈ സൈഡിൽ നടക്കാൻ എത്തി പാടാണ്. അങ്ങനെ നടന്നാലേ ചെളിയുള്ളൂ. ഇതിന് നടക്കാൻ നല്ല കല്ലുണ്ട്. ഏത് നിമിഷവും എൻ്റെ സെറ്റ് താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. വയ്ക്കുന്നൊക്കെ മീൻ നല്ല ചാട്ടമുണ്ട്. മറ്റെന്തോ കല്ലു. അപ്പം ഞാൻ എൻ്റെ അമ്മച്ചി സൂപ്പർ കല്ല്. എൻ്റെ സ്റ്റിക്കൊക്കെ പോയി, കുഴപ്പമില്ല. നനഞ്ഞുണ്ട്, മൂട് നനഞ്ഞുണ്ട്, കുഴപ്പമില്ല. ഓ കല്ല്, എൻ്റെ അമ്മച്ചി ഭയങ്കര കല്ല്. ഇപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഈ സൈറ്റുകൾ മാറിക്കൊണ്ടിരിക്കും ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച്. ഞാൻ എൻ്റെ സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ സൈറ്റ്. ഇവിടെ നിന്ന് എൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ വിളിച്ച് അപ്പം ഇതാണ് ഇന്നെൻ്റെ സൈറ്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് കുളിക്കാം. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഫസ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് പാത്രം എടുത്ത് ചോറ് കൊണ്ടുവന്ന പാത്രം ഇരിക്കട്ടെ. ഇത് കഞ്ഞോളം. അപ്പോൾ ഇതെല്ലാം തട്ടിയിടുന്നത് കാണിച്ചു തരാം. മുളക് 3 മുളക് പറിച്ചത് ഇരിക്കട്ടെ. ഫസ്റ്റ് കൊണ്ടുവന്ന നമ്മളെ ഒരു പറ്റ് പോലും കളയരുത്. എല്ലാം വളരെ
റിസ്ക് എടുത്ത് വന്ന്. അപ്പോൾ ഉണ്ടോ കിഴങ്ങ് മീൻകറി ഈ പാത്രം ഞാൻ മാറ്റട്ടെ. ഫസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് പാകമാക്കി എടുക്കണം. പ്രകൃതി ഭംഗി കണ്ടുകൊണ്ട് എല്ലാം പാകമായി എടുക്കണം. അല്ല ഇങ്ങനെ മുള്ളുണ്ട് കയറും, അതപ്പോൾ അതൊക്കെ നോക്കി ചെയ്തോണം. മുള്ളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി അപ്പോൾ ഇതൊരു പരുവായി. ഇനി നമ്മൾ മുള്ളുണ്ടെങ്കിൽ മാറ്റിക്കണം. സൂര്യ ഉദിച്ച് പറഞ്ഞേ ഉള്ളു. അപ്പോൾ കണ്ട വെള്ളക്കാർ അപ്പിലൊക്കെ പറഞ്ഞേ ഉള്ളൂ. അടുത്തത് കഞ്ഞിവെള്ളം ഒഴിക്കാം. വെള്ളക്കാപ്പിലാണെന്ന് പറഞ്ഞേ ഉള്ളൂ. അടുത്തായി കഞ്ഞിവെള്ളം ഒഴിക്കുകയാണ്. പാകത്തിന് മൊത്തമായി പോരുത്, ഒരു പരുവത്തിന് കഞ്ഞിവെള്ളം എടുത്തിട്ട് ഇളക്കുക. നല്ലതുപോലെ വെറുതെ കുഴയ്ക്കുന്ന പോലെ നമ്മൾ എത്ര ഇങ്ങനെ ഇട്ടാക്കുന്നു അത്രയും ഗുണം കിട്ടുകയാണ്. ഇതിൽ മുള്ളുണ്ടാക്കി എടുക്കത്ത് മാറ്റണം, അല്ലെങ്കിൽ അത്രയ്ക്ക് നല്ല സുഖം കിട്ടും. എന്താ അപ്പിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പിലൊക്കെ ഇപ്പം എന്തെങ്കിലും ചോദിക്കും. ചൂണ്ടയിടണം തന്നെ. മീൻ കിട്ടിയാ? അതാണ് നമ്മളെ അപ്പിലൊക്കെ. എന്താ ഇപ്പം കാണിച്ചു തരാം, ലൈവായിട്ട് നമ്മളെ കാക്കയെ കാണിച്ചു തരാം. മീൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കാക്കയെ ബന്ധപ്പെട്ടാൽ മതി. ഇത് വെറോട്ടയ്ക്കേ മാവ് അടയ്ക്കണ്. ആ അപ്പം അപ്പിലൊക്കെ പോയി നമുക്ക് മീൻ വേണമെങ്കിൽ നമ്മൾ അപ്പിലൊക്കെ അടുത്ത് ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് കായൽ മീൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊരു പരുവമാണ്. എല്ലാവർക്കും ഈ പരുവം കിട്ടൂല. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വയ്ക്കട്ടെ ക്യാമറ. എന്താ പരുവം കുറച്ചുകൂടെ വേണമെങ്കിൽ ലൂസ് ആവണം, കുറച്ച് വെള്ളം ഒഴിക്കണം. നിങ്ങൾ മതി, കുഴപ്പമില്ല. അപ്പോൾ ഇത് മുന്നോട്ടിരിക്കട്ടെ. ഇത് വളക്കണം. പ്രകൃതി ഭംഗി നമ്മൾ ആസ്വദിക്കണം മനോഹരമായി. എന്താ ഇതിലൊരു കപ്പലിപ്പോൾ പോയേ ഉള്ളൂ. കപ്പലാക്കിയാണ് എൻ്റെ കപ്പിത്താൻ. അപ്പോൾ റെഡിയാവാം. കുറച്ച് ചോറ് നമ്മൾ എടുക്കണം. വെള്ളത്തിലെ വാതകൾക്ക് കൊടുക്കണം. കുറച്ച് ചോറെടുത്തിട്ട് കരയിലെ വാതകൾക്ക് കൊടുക്കണം. അപ്പോൾ അവർ രണ്ടുപേരും അതിൽ കറങ്ങി തിന്നോളാം. അപ്പോൾ നമുക്ക് ഒന്നും ബാധിക്കില്ല. അപ്പം കരയിലെയും വെള്ളത്തിലെയും വാതകൾക്ക് തിന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിന്നാം. ഇനി നമുക്കുള്ളതാണ്. ഫസ്റ്റ് എടുത്ത് ഇങ്ങനെയായിട്ട് ചെറിയ ലൂസായി കുഴപ്പമില്ല, പെട്ടെന്ന് ഇറങ്ങും. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ കൊണ്ടുവരിക. ഓ ഒന്നുകൂടെ നോക്കണം. അപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന മുളകെടുക്കുക. ഉപ്പ് കുറച്ച് കുറവാണ്. ഉപ്പ് ഞാൻ കൊണ്ടുവന്നായിരുന്നു, കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പരിഹാരം കഴിഞ്ഞ് മുളകെടുത്ത് ഇങ്ങനെ കുടയിലെടുത്ത് മൊത്തം ആവും. ഇതുണ്ടോ മുളകെടുത്തിട്ട് ഒരു കടി മുള്ളെടുത്ത് ഇങ്ങോട്ടിട്ട മീൻ തിന്നോളും. പ്രകൃതിയെ ആസ്വദിച്ച് തിന്നാം. നിങ്ങളും പ്രഭാത ഭക്ഷണം ഇടിച്ചിറക്കിക്കോളിയും.
ഞാൻ ഇടിച്ചിറക്കുകയാണ്. ഇതാണ് എൻ്റെ സൈറ്റ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സൈറ്റാണിത്. ഇത് അപ്പുറത്തുനിന്ന് തീവ്രവാദികൾ വന്നാൽ നമുക്ക് ഇവിടെ നിന്ന് വീര്യം വെച്ച് വെടിവെക്കാം. അതിനൊരു മലയൊക്കെ ഉണ്ട്. എല്ലാ സജ്ജീകരണമുള്ള സ്ഥലമാണ്, എല്ലാ സുരക്ഷയും. സുനാമി വന്നാലും ഇവിടെ വന്ന് ഇടിച്ചു നിന്നിട്ട് അങ്ങ് പോകും ഈ മലയിൽ നിന്ന്. ഞാൻ കല്ലിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഈ സ്ത്രീക്കൊക്കെ എനിക്ക് തന്നത് എൻ്റെ ചങ്കളാണ് തന്നത്. മുളക് അടിച്ചാൽ അപ്പം തന്നെ ഇതിറക്കി കൊടുത്തോണം. ഒരു മുളക് ഞാൻ ഇവിടെ ഉണ്ട മുളകില്ലാതെ, അതുകൊണ്ട് അവിടെ നട്ട മുളകാണ് ഞാൻ എടുത്തത്. ഉണ്ട മുളകില്ലായിരുന്നു. അടുത്ത വീഡിയോ നമുക്ക് ഉണ്ട മുളക് റെഡിയാക്കാം. ഉണ്ട മുളക് ഞാൻ അവിടെ തിന്നായിരുന്നു. ലേശം ഉപ്പ് വേണം, നമുക്ക് ഇത്തിരി കൂടെ എടുക്കാം. കീടിലെ അരി ഉണക്കമുളകിന് വെച്ചെടുക്കുക. എന്ത് മനോഹരം! അടിപൊളി. എല്ലാവർക്കും ഇതുപോലുള്ള ഒരു ഭാഗ്യം കിട്ടൂല. ഭാഗ്യം കിട്ടിയവർ ഈ ഭൂമിയെ നന്ദി പറയുക, ഈ പ്രപഞ്ചത്തെ നന്ദി പറയുക. ഇത്രയും ആസ്വദിച്ച് എത്ര പേര് കഷ്ടപ്പെടുന്നറിയാമോ ഇതുപോലെ ആഹാരത്തിന് വേണ്ടി. നമ്മൾ എവിടെ നിന്ന് തിന്നുന്നതല്ല പ്രധാനം, എങ്ങനെ നിന്ന് ആസ്വദിച്ച് തിന്നുന്നു എന്നാണ്. ഏതാഹാരമായാലും നമ്മൾ ആസ്വദിച്ച് തിന്നുക. വിഷം തന്നാലും തിന്നുക, എന്നിട്ട് പല്ലും കൊരുത്ത് കിടക്കുക. നല്ല എരി അതുപോലെ വാതിലുണ്ട്. പ്രകൃതിയെ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ മതിയല്ലേ. നല്ല പൊളിയായിട്ട് എനിക്ക് വയറ് ഇത് എല്ലാം തിന്നാനുള്ള ഒരു നിങ്ങളുടെ ആഹാരങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് പോയി നല്ലതുപോലെ ആഹാരം കഴിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. ഒരു ജീവിതമുള്ളൂ, അത് ആസ്വദിച്ച് ജീവിക്കുക. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്ത വീഡിയോ കാണാം.
ഓക്കെ. ടാറ്റാ. ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ഇവിടെ വരാം. ഓക്കെ. നമ്മളിനി പയ്യെ ഇറങ്ങണം. തട്ടി വെച്ച് വീടാണ്. പയ്യെ ഇറങ്ങുക. ഇന്നത്തെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞു. ഇനി നേരെ പണിക്ക് പോകുക. അതാണ് ലക്ഷ്യം. സമയമൊന്നും ആയില്ല. അയ്യോ 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 അയ്യോ. നല്ല മണലുണ്ട് ഇവിടെയൊക്കെ. മണ്ട കയറി കിടക്കുന്ന ഇവിടെയൊക്കെ അടിപൊളി സ്ഥലം. നല്ല കരിമീൻ കയറുന്ന സ്ഥലമാണിത്.